സ്വാമി വിവേകാനന്ദനെ പറ്റി ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കല്പം ദുഃഖം അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വളരെ ലളിതമായി ആമുഖത്തിന് അല്പം പോലും സമയം ചിലവഴിക്കാതെ നിങ്ങളുമായി പങ്കിട്ട് ഈ വീഡിയോ ഉപസംഹരിക്കാമെന്നാണ് കരുതുന്നത്. സ്വാമി വിവേകാനന്ദനെ പറ്റി എനിക്ക് വലിയ മതിപ്പും ആരാധനാ മനോഭാവവുമായിരുന്നുവെന്ന് ഇതിനു മുൻപുള്ള 2-3 വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. ആ ആരാധന മനോഭാവം, ആ വലിയ ആദരവിൻ്റെ ആവേശഭരിതമായ തിരത്തള്ളൽ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനത്തിനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആകാശം മുട്ടെ വളരുകയാണുണ്ടായത്. അതുകൊണ്ട് ഭാരതത്തിനാകമാനം ഉണ്ടാകാൻ പോകുന്ന വലിയ അനുഗ്രഹത്തെപ്പറ്റി എനിക്ക് കരകവിഞ്ഞൊഴുകുന്ന പ്രത്യാശയുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പോയി ഏതാണ്ട് 2 ദിവസം ധ്യാന നിമഗ്നനായിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും സ്വാമി വിവേകാനന്ദൻ്റെ അതുല്യമായ വ്യക്തിത്വ പ്രഭ ആർജിച്ചുകൊണ്ട് അദ്ദേഹം സാമാന്യ ജീവിതത്തിലേക്ക് മടങ്ങും എന്നതായിരുന്നു നിങ്ങളെപ്പോലെയും മറ്റെല്ലാവരെപ്പോലെയും ഞാൻ വച്ചു പുലർത്തിയ സങ്കല്പം, സ്വപ്നം, പ്രത്യാശ. ഞാൻ സ്വാമി വിവേകാനന്ദനെ ബഹുമാനിക്കാനുള്ള കാരണം അദ്ദേഹം ആശയത്തിൻ്റെ ഒരു സാഗരമായിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, അനന്തമായ സത്യങ്ങൾ, നിതാന്തമായ അനുഭവങ്ങൾ, എല്ലാറ്റിനുമുപരി സാർവലൗകികമായ ഒരു ആത്മീയ ദർശനത്തിൻ്റെ ഉച്ചകോടിയിലെത്തുവാൻ സാധിച്ച അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, ഭാഷ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച പ്രാവീണ്യവും പരിശുദ്ധിയും, വ്യത്യസ്തമായ യാഥാർത്ഥ്യങ്ങളുടെ പരസ്പര വിരുദ്ധമെന്ന് സാധാരണ ആളുകൾക്ക് തോന്നാവുന്ന ഘടകങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയ ആത്മീയ ദർശനം മനുഷ്യരാശിക്ക് കാഴ്ചവെക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും, അദ്ദേഹത്തെ ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ കേൾവിക്കാരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മാഹാത്മ്യത്തെ ഉണർത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവ്, മനുഷ്യ മാഹാത്മ്യത്തിന് 2 കാലുകൾ വെച്ച് പിടിപ്പിച്ചാൽ അതെങ്ങനെയായിരിക്കും, അതാണ് സ്വാമി വിവേകാനന്ദൻ എന്നാണ് ഞാൻ എക്കാലത്തും മനസ്സിലാക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തീരെ സമയമില്ലാതിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഹാത്രാസ് പോലെയുള്ള വലിയ ദുരന്തങ്ങൾ, മണിപ്പൂർ പോലെയുള്ള ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന മനുഷ്യ സംഹാര താണ്ഡവങ്ങൾ, അവ പോലും സന്ദർശിക്കുവാൻ അധികമായ താല്പര്യമുണ്ടായിട്ടും അങ്ങോട്ടൊന്ന് നോക്കുവാൻ പോലും സമയം കിട്ടാതിരുന്ന നമ്മുടെ ഉറങ്ങാതെ അധ്വാനിക്കുന്ന പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ 2 ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ച് വിവേകാനന്ദ പാറയുടെ പുറത്ത് കയറിയിരുന്ന് ധ്യാന നിമഗ്നനാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹിമാലയം പോലെ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഞാൻ ന്യായമായും പ്രതീക്ഷിച്ചു അദ്ദേഹം ഈ ധ്യാനത്തിന് ശേഷം ഭാരതത്തിൻ്റെ നെറുകയിലേക്ക് മടങ്ങി വരുമ്പോൾ രണ്ടാമത്തെ സ്വാമി വിവേകാനന്ദനായിട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അന്ന് തൊട്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ, അത് ആശയങ്ങൾ മാത്രമല്ല
ആശയങ്ങൾ അവതരിപ്പിക്കുന്ന രീതികൾ, അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പ്രത്യേകതകൾ, ഇവയും സ്വാമി വിവേകാനന്ദനിൽ ഞാൻ കണ്ട അത്ഭുതത്തോടെ, ആരാധനാ മനോഭാവത്തോടെ വായിച്ചും ധ്യാനിച്ചും അറിഞ്ഞും അന്വേഷിച്ചും ആത്മീയ സംതൃപ്തി പ്രാപിച്ച ആ ഒരവസ്ഥയുമായുള്ള സമന്വയം അല്ലെങ്കിൽ താരതമ്യം എന്താണ്, ഇത് തമ്മിലുള്ള പൊരുത്തം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വളരെ കൗതുകത്തോടെ ഞാൻ ശ്രമിച്ചു. എന്നാൽ എൻ്റെ വസ്തുതകളെ മനസ്സിലാക്കാനുള്ള കഴിവ് പരിമിതമാണ്. ആ പരിമിതമായ കഴിവുകളെ 100% തകിടം മറിച്ചുകൊണ്ട് 2 ദിവസം കണ്ടാൽ കാണുന്നവരുടെ മനസ്സ് അലിപ്പിക്കുക മാത്രമല്ല, അത് ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ധ്യാനനിമഗ്നനായ നമ്മുടെ പ്രധാനമന്ത്രി, ആദരണീയനായ പ്രധാനമന്ത്രി, ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ഏറെ താമസിയാതെ ആ ധ്യാനം തന്നെ ഏറ്റിട്ട് പോലുമില്ല, ചേമ്പലയിൽ വെള്ളമൊഴിച്ചതുപോലെയായിരുന്നു ധ്യാനം എന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനും പറയുവാനും തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ സ്വാമി വിവേകാനന്ദനെ പറ്റി ഉണ്ടായിരുന്ന ബഹുമാനത്തിന് കാര്യമായ കോട്ടം സംഭവിച്ചു എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. പറയാൻ എനിക്ക് സങ്കടമുണ്ട്, നെഞ്ചു നോവുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ഞാൻ എന്താ ചെയ്യുന്നു? സ്വാമി വിവേകാനന്ദനെ ധ്യാനിച്ചാൽ, പ്രത്യേകിച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാന എന്താണ് പറയുന്നത്, ആ ഒരു പരമ്പര എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലേശം എന്ന് പറയാം, അല്ലെങ്കിൽ സാഹസികത എന്ന് പറയാം, അല്ലെങ്കിൽ ആത്മീയതയുടെ പാരമ്യം എന്ന് പറയാം, അല്ലെങ്കിൽ അഭ്യാസം എന്ന് പറയാം, ഡിസിപ്ലിൻ എന്ന് പറയാം, അച്ചടക്കം എന്ന് പറയാം, അഭ്യാസമല്ല അച്ചടക്കം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം, അല്പം ഒരു മേന്മ, ഒരു നന്മ ഒരു വ്യക്തിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അത് ഇത്രമാത്രം ആത്മാർത്ഥമായി ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ച് 1 മണിക്കൂറിൽ 2 മണിക്കൂറിൽ ഏകദേശം 36 മണിക്കൂർ ധ്യാനത്തിൻ്റെ മൂർച്ഛന്യ സ്ഥിതിയിലിരുന്നിട്ടും അല്പം പോലും വ്യത്യാസം വരുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, സ്വാമി വിവേകാനന്ദൻ്റെ വ്യക്തിത്വത്തോട് ബന്ധിച്ച് നാം ചിന്തിക്കുന്ന ആ പാറയുടെ മഹിമ, അത് നാം തെറ്റിദ്ധരിച്ചോ എന്നൊരു ചിന്ത ഏതാണ്ട് ഇടിമിന്നൽ പോലെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ നന്നേ ക്ലേശിക്കുന്നുവെങ്കിലും ഒരു വ്യക്തത എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ എൻ്റെ സഹായത്തിന് ഉദാരമായി നൽകണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിനെപ്പറ്റി ചില ആളുകൾ പറയുന്നത്, ഇത് വിവേകാനന്ദ പാറയുടെ പ്രശ്നമോ സ്വാമി വിവേകാനന്ദൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമോ അല്ല. പക്ഷെ നരേന്ദ്രമോദി ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ ആത്മീയമായ സത്വത്തിന് ഭംഗം വരത്തക്കവണ്ണം അനേകം ടെലിവിഷൻ ക്യാമറകൾ അവിടെ ഇവിടെയും സ്ഥാപിച്ചിരുന്നു. അങ്ങനെ ടെലിവിഷൻ ക്യാമറകളുടെ മുമ്പിലിരുന്ന് അവ തനിക്ക് ചുറ്റുമുണ്ട്, അതുകൊണ്ട് ക്യാമറയുടെ കണ്ണിൽ കൂടെ ഞാൻ കാണപ്പെടാനിടയായാൽ എൻ്റെ ഇരിപ്പും നോട്ടവും ശരീരത്തിൻ്റെ ആകമാനമായ ആ വടിവും ഏറ്റവും മനോഹരമായിരിക്കണം എന്ന ചിന്ത നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്ററുടെ ഉള്ളിൽ നുഴഞ്ഞ് കയറിയിട്ടുണ്ട് എങ്കിൽ ന്യായമായും ആ ധ്യാനത്തിന് വേണ്ടതുപോലെയുള്ള ഒരു അഖണ്ഡത ഉണ്ടാകുവാൻ ഒരു കാരണവശാലും സാധ്യം
ആകുമായിരുന്നില്ല. അങ്ങനെയാണ് ഈ പാളിച്ച സംഭവിച്ചതെന്നാണ് ഇതിനെപ്പറ്റി കൂടുതലായി സാങ്കേതികമായ അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ ഇത് പാറയുടെ പ്രശ്നമല്ല, ക്യാമറയുടെ പ്രശ്നമാണ് എന്ന ഒരു അഭിപ്രായം. എന്നാൽ ഉത്തരേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരഭിപ്രായം, അത് കേട്ടപ്പോൾ എനിക്ക് അല്പം കൗതുകമുണ്ടായി. അവിടെയുള്ള ചില ആളുകൾ പറയുന്നത്, ധ്യാനിക്കാനിരിക്കുന്ന ആൾ എന്തിനാണ് വലിയ വിലയേറിയ കണ്ണടയും വെച്ച് ധ്യാനിക്കുന്നത്? കണ്ണുമടച്ച് ധ്യാനിക്കുമ്പോൾ കണ്ണടയ്ക്ക് എന്താണ് പ്രസക്തി? കണ്ണുമടച്ചിരിക്കുമ്പോൾ പ്രയോജനപ്പെടുന്ന കണ്ണടയാണോ അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന ഒരു ചോദ്യവും വരുന്നുണ്ട്. ആ ചോദ്യത്തോട് എനിക്ക് പ്രതിഷേധമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലെന്ന് വേണേൽ നിങ്ങൾക്ക് പറയാം. ചാനലെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. കാരണം ഇതിനകത്ത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഒരു ചാനലായിട്ട് യൂട്യൂബ് അംഗീകരിക്കണമെങ്കിൽ 1,00,000 പേരെങ്കിലും കാഴ്ചക്കാരെങ്കിലും വേണം. നമ്മൾ അതിൻ്റെ 4 അയലത്തെത്തുന്ന പ്രശ്നമില്ല. അപ്പോൾ ചാനലൊന്നുമല്ല. മലയാളത്തിൽ ചോനലെന്ന് വേണേൽ വിളിക്കാം. ചോനൽ, ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ എഴഞ്ഞഴിഞ്ഞ് പോകുന്ന യൂട്യൂബ് ചോനലാണ് നമ്മൾ, ചാനലല്ല. അപ്പം ഇങ്ങനെ വളരെ തുച്ഛമായ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ണാടി ഉപയോഗിക്കുന്ന ആളാണ്. കണ്ണടയില്ലെങ്കിലും എനിക്ക് ഈ പരിപാടി റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ കണ്ണട വെച്ച് റെക്കോർഡ് ചെയ്യുന്നത്? ഇതാരും നിങ്ങളോട് പറയത്തില്ല, നിങ്ങളോടായതുകൊണ്ട് ഞാൻ പറയാം. കാരണം നമ്മൾ തമ്മിൽ യാതൊരു സീക്രട്ടിൻ്റെയും ഗോപ്യതയുടെയും രഹസ്യത്തിൻ്റെയും ആവശ്യമില്ല. ഉള്ളതുപോലെ പറയാൻ, അഭിനയത്തിൻ്റെ ആവശ്യമില്ലാതെ സത്യം പച്ചയ്ക്ക് വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളായിട്ട് എന്നോട് ഞാൻ പറയാം, ഈ കണ്ണാടി മാറ്റിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നാൽ എൻ്റെ കണ്ണ് ചത്ത മീനിൻ്റെ കണ്ണ് പോലെ ഇരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഒന്നുകൂടെ നോക്കിക്കോ. ഇതിനെ ഒറ്റ വിധത്തിലേ ഇതിനെ വർണ്ണിക്കാൻ സാധ്യമാകുകയുള്ളൂ. ചത്ത മീനിൻ്റെ കണ്ണ്. അത് ഇന്ന് മുതൽ തുടങ്ങിയതല്ല, ചെറുപ്പം മുതലേ അങ്ങനെ ആയിരുന്നു. കൂടുതൽ വായിച്ചത് കൊണ്ടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ചുമ്മാതെ പറയുന്ന അതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. വായിച്ചതുകൊണ്ട് ആരുടെയും കണ്ണിന് ഒരു കാലത്ത് ഒരു കോട്ടവും വരികയില്ല. കൂടുതൽ കണ്ണ് വെളിച്ചമുള്ളതായും ഭംഗിയുള്ളതായുമേ വരത്തുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കലശലായി വായന തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ കണ്ണിങ്ങനെയാണ്. പിന്നെ അത് വായിച്ചതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ? എന്നോട് ഒരാളിത് വളരെ പ്രതീകാത്മകമായി സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ വായിക്കരുതേ, വായിച്ച കണ്ണ് പീസായി പോകുന്നു. ഫ്യൂസ് എന്നുള്ളതിന് പുള്ളി എന്നോട് പറഞ്ഞത് പീസ് എന്നാണ്. ഇങ്ങനെ വായിക്കരുത്, വായിച്ചാൽ കണ്ണ് പീസായി പോകും എന്ന് പറഞ്ഞു. പക്ഷേ ആ വായന തുടങ്ങുന്നതിനെ പീസായി പോയത് എൻ്റെ കണ്ണ്. അപ്പോൾ വായന കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഈ കണ്ണിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കണ്ണട വെച്ചിരിക്കുന്നത്. അല്ല, വായിക്കണമെങ്കിൽ എനിക്ക് കണ്ണാടി വേണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല. പക്ഷേ ഞാൻ എന്തിനാണ് ഈ കണ്ണാടി വെച്ചിരിക്കുന്നത്? അപ്പോൾ കണ്ണാടി എന്ന് പറയാം. അപ്പോൾ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഇച്ചിരി കൗതുകമുള്ള കാര്യം, അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ക്ഷമ കാണിക്കാം. ഇപ്പോൾ കണ്ണാടി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയൊരു ഒരു സൂത്രമുണ്ട്, ഒരു ഗുട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിരോധാഭാസമുണ്ട്. അതെന്താണ്? കണ്ണാടി കാണാനും കാണാതിരിക്കാനും ഒന്നുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ചിന്തയിൽ പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ണാടി കാണാനും എന്നാൽ കാണാതിരിക്കാനും ഉതകുന്ന ഒരു ഉപകരണമാണ്. ഇപ്പോൾ കണ്ണാടി ഉള്ളതുകൊണ്ട് എനിക്ക് വായിക്കാനൊക്കെ, കണ്ണാടി ഇല്ലെങ്കിൽ എനിക്ക് വായിക്കാനൊക്കത്തില്ല. അപ്പോൾ അക്ഷരങ്ങൾ കാണാൻ കണ്ണാടി എന്നാൽ നിങ്ങൾക്ക് എൻ്റെ കണ്ണിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണാതിരിക്കാനും ഈ കണ്ണാടി സഹായിക്കും. എന്നെ കാണാൻ സഹായിക്കുന്നത് നിങ്ങളെ കാണാൻ കഴിയാതെ വണ്ണം നിങ്ങളെ സഹായിക്കും. അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് സഹായമായി തീരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണ്? എൻ്റെ കണ്ണ് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി എനിക്ക് ഏതാണ്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്, അല്ലേ? ഇതുകൂടെ കണ്ടിട്ട് നിങ്ങൾ
ഉള്ള സന്തോഷം കൂടെ പോകണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കണ്ണാടി വെച്ച് കൂടെ ആവശ്യമില്ലാച്ചിട്ടും കണ്ണാടി മൂക്കെ വെച്ച് ഈ പരിപാടി ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ മോദിയുടെ ധ്യാനത്തിന് ഭംഗം വരാൻ ഒരു കാര്യം, ധ്യാനിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ മുകളിൽ കണ്ണാടി ഉണ്ടായിരുന്നു. അത് ഏത് ദൈവങ്ങളെ ധ്യാനിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെ ധ്യാനിച്ച് ഇരിക്കുമ്പോൾ കണ്ണുമടച്ച് ഇരിക്കുന്ന ഒരാൾ മൂക്കേൽ കണ്ണാടി വെക്കുന്നത് സ്വാമി വിവേകാനന്ദന് ഇഷ്ടപ്പെട്ട് കാണുമോ ഇല്ലയോ എന്ന ഒരു താത്വികമായ പ്രശ്നം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ആധികാരികമായി സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് ആ പാടെ അറിയാവുന്നത് എൻ്റെ കണ്ണിനെ പറ്റിയുള്ള ഫിലോസഫി ഏറ്റവും കൂടുതലെത്തിയത് ഇത് മാത്രമാണ്. അതായത് കാണുവാനും കാണാതിരിക്കാനും ഒന്നുപോലെ കണ്ണാടി സഹായിക്കുന്നു. ഇത് നിങ്ങൾ ഒന്ന് പരിഗണിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ണിനെ പറ്റിയുള്ള എൻ്റെ കണ്ടുപിടുത്തം, കണ്ണല്ല, കണ്ണാടിയെ പറ്റിയുള്ള എൻ്റെ കണ്ടുപിടുത്തം. ഇതാകപ്പാടെ എൻ്റെ തലച്ചോറാകപ്പാടെ കൊളാമറിച്ചിലാണ്. അതായത് വിവേകാനന്ദ പാറയാണോ, ധ്യാനമാണോ, ടെലിവിഷൻ ക്യാമറയാണോ, മൂക്കിൻ്റെ മേളിലെ കണ്ണാടിയാണോ, കണ്ണാടിയെ പറ്റിയുള്ള ഫിലോസഫിയാണോ, ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. സാരമില്ല, നിങ്ങളോടായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം എടുക്കാം, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഊഹിക്കാൻ കൂടെ വയ്യ. ഏതായാലും വിവേകാനന്ദ പാറയ്ക്ക് പറ്റിയ ഒരബദ്ധമാണ് ആയിപ്പോയി എന്ന പൊതുവായുള്ള ധാരണയോട് ചേർന്ന് നിൽക്കാതിരിക്കാൻ, അതിനോട് യോജിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മറ്റാരും വേറിട്ട് ചിന്തിക്കരുതെന്ന് യാതൊരു അഭിപ്രായമില്ല. ഇപ്പോൾ ചില ആളുകൾ പുലിയെപ്പോലെ എനിക്ക് എതിരെ ചാടാനായിട്ട് കാത്തു നിൽപ്പുണ്ട്. അവർ ഇങ്ങനെ ചാടാൻ പോകുന്നത് എനിക്ക് കാണാൻ കഴിയും. ഇതാ ചാടാൻ പോകുന്നു, ചാടാൻ പോകുന്നു, ചാടാൻ പോകുന്നു. കാരണം അവരെ അതിന് നിയമിച്ച് വെച്ചിരിക്കുന്നവരാണേ. അപ്പോൾ അവരവിടെ ജോലി ചെയ്യണ്ടായോ? അപ്പോൾ ആരും അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. ചാടിക്കോ ചാടിക്കോ ചാടിക്കോ, പുലി പോലെ ചാടിക്കോ, കടിച്ചോ മാന്തിക്കോ, ഒരു പ്രശ്നമില്ല. കൂടി വന്നാൽ നിങ്ങളുടെ ശല്യം സഹിക്കാതെ വരുമ്പോൾ ഞാൻ പോയി വിവേകാനന്ദ പാറയിൽ പോയി ഒരൊറ്റ ഇരിപ്പിരിക്കും. പിന്നെ ഞാനായിട്ട് തിരിച്ചു വരവുണ്ടാവില്ല. അത്രമാത്രം. ജയ് ഹിന്ദ്.